ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരട്ടെ. ഒരു ഒരു നാട്ടിൽ നടന്ന കഥയാണ്. ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നടന്നൊരു കഥയാണ്. കഥ ഇങ്ങനെയാണ്. ഒരു ഗ്രാമം, ഒത്തിരി കർഷകരൊക്കെ ഉള്ള ഒരു ഗ്രാമം. കൃഷിയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, നല്ല മിടുക്കനായ കർഷകനാണ്. അവൻ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുകയാണ്. അതായത് തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ അവരൊരു പുതിയ ഫെർട്ടിലൈസർ, പുതിയൊരു വളം കണ്ടുപിടിച്ചു. ആ വളം ഇട്ടപ്പോഴത്തേനും അവർക്ക് കൃഷി നന്നായിട്ട് പടർന്ന് പന്തലിക്കുന്നു. വലിയ റിസൾട്ട് അവർക്ക് ഈ വർഷത്തെ ഒരു വിളവെടുപ്പിലൊക്കെ കിട്ടി. ഒരു ഭയങ്കര റിച്ചായി, പെട്ടെന്ന് പൈസയൊക്കെ കിട്ടി. അപ്പം ഈ കേട്ട ചെറുപ്പക്കാരൻ ഇത് കേട്ട ഉടനെ അവനൊരു തീരുമാനം എടുത്തു പെട്ടെന്ന്. എന്താണെന്നറിയോ? അവർ ഉപയോഗിച്ച അതേ വളം, ആ ഫെർട്ടിലൈസർ സ്വന്തം പറമ്പിൽ, പാടശേഖരത്തിൽ, കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ അവരെപ്പോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടും, ഒത്തിരി പൈസ ഉണ്ടാക്കാം, അധ്വാനിക്കുമ്പോൾ നല്ല റിസൾട്ടൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ അയാൾ എന്ത് ചെയ്തു? ഈ അയൽഗ്രാമത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ ഫെർട്ടിലൈസർ, ഈ വളം മേടിച്ച് അയാളുടെ പറമ്പിലിട്ടു. കൃഷി നടത്തി. എല്ലാം പടർന്ന് പന്തലിച്ചു. കണ്ടു നിന്ന ഒരു വല്യപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഒത്തിരി കൃഷി ചെയ്തും ഒക്കെ ഒരു പാരമ്പര്യവും പക്വതയൊക്കെ ഉള്ള വല്യപ്പച്ചൻ പറഞ്ഞു, മോനെ, കുറച്ചുകൂടെ ഒന്ന് പതുക്കെ ചിന്തിച്ചിട്ട് മതിയില്ലായിരുന്നോ? പെട്ടെന്ന് കേട്ടിട്ട് ഈ ഒരു പുതിയ വളം ഇവിടെ പരീക്ഷിക്കണം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, വല്യപ്പച്ചന് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, നോക്കിക്കേ, എല്ലാം പടർന്ന് പന്തലിച്ച് നല്ല പച്ചപ്പിൽ ഇങ്ങനെ കയറി കയറി വരികയാണ്, വിളവെടുപ്പിന് കണ്ടോ, അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. വല്യപ്പച്ചൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥന ഏറ്റില്ല എന്ന് തോന്നുന്നു. വിളവെടുപ്പിന്റെ സമയം വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ പറമ്പിൽ കയറി വന്നത് പച്ചല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫലം ചൂടിയില്ല. ചെടി കയറി വന്നു, മരങ്ങൾ കയറി വന്നു, ഇല്ലെങ്കിൽ ബാക്കി കൃഷി ചെയ്ത കാര്യങ്ങളൊക്കെ കയറി വന്നു, പക്ഷെ ഫലമൊന്നും വന്നില്ല. ഇവനൊരു സങ്കടത്തിൽ വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. ഉപദേശിച്ച പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. വല്യപ്പച്ചൻ ഇത് എങ്ങനെ അറിഞ്ഞു? അതായത് ഇതൊരു നഷ്ടമാകുമെന്ന് എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. വലിയപ്പച്ചൻ പറഞ്ഞു, മോനെ, നമുക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് വിവേകം, ആലോചന ശക്തി. പതുക്കെ സമയമെടുത്ത് ആലോചിച്ചാൽ മാത്രമേ, ജ്ഞാനത്തോടെ, അറിവോടെ, ബോധ്യത്തോടെ ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അവിടുന്ന് കേട്ടു, ഇവിടുന്ന് കേട്ടു എന്ന് പറഞ്ഞ് ചാടി പുറപ്പെടരുത്. ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ലപോലെ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ടേ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. നിനക്ക് അനുഗ്രഹമായിട്ട് മാറുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വല്യപ്പച്ചൻ പറഞ്ഞു, കൃഷി എന്തുകൊണ്ടാണ് ഫലിക്കാത്തതെന്ന്. റീസൺ എന്താണെന്നറിയോ? വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പുറത്തെ ഗ്രാമത്തിലെ മണ്ണല്ല നമ്മുടെ ഗ്രാമത്തിലെ മണ്ണ്. ആ വളം ആ മണ്ണിൽ ഉപയോഗിച്ചപ്പോൾ അത് ഫലം ചൂടി. പക്ഷെ ഈ മണ്ണിൽ ഉപയോഗിക്കേണ്ട വളം വേറെയാണ്. കൃഷിയൊക്കെ ചെയ്ത് നിൽക്കുന്നവരോട് അച്ഛൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെ ബോറടിപ്പിക്കാൻ കിട്ടിയ ഒരു അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കഥ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അത്ര സുഖമുള്ള കഥയൊന്നും അല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ബൈബിൾ വായിക്കാൻ പോകുന്നതിന് മുമ്പ് അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കഥ പറഞ്ഞതേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് കേട്ടു, ഇവിടുന്ന് കേട്ടു, ഇങ്ങനെ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു, അതുകൊണ്ട് ചാടി പുറപ്പെട്ട് ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങാറുണ്ട്. ചിലപ്പോൾ ഈ പഠിക്കുന്നവർ, നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്നവരും ചില കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് പെട്ടുപോയവർക്കൊക്കെ അത് മനസ്സിലാവും. വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അവർ പോയി, ഇതിന് പോയി, ഇവരൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് ചാടിപ്പുറപ്പെട്ട് അബദ്ധത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുണ്ട്. ചിലപ്പോൾ ചില രാജ്യങ്ങളൊക്കെ പോയി നിന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നവരുണ്ടാവും, പഠിക്കാൻ പോയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും. ആഗ്രഹിച്ചതല്ല, പക്ഷെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, വീട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, അവിടുന്ന് ഇവിടുന്നൊക്കെ അഭിപ്രായം കേട്ട് പെട്ടെന്ന് ചാടി കയറി പോയതാണ്. അബദ്ധം പറ്റിയത് പിന്നെയാണ് ഓർത്തത്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വിവേകത്തോടു കൂടി കാര്യങ്ങൾ എടുക്കുക, ചില കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഈ വിവേകവും ആലോചന ശക്തിയും ഒക്കെ തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവോട് ചോദിച്ച് ജ്ഞാനം മേടിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ. നമ്മളിത് പറയാൻ പോകുന്ന വചനഭാഗവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് പഴയ നിയമത്തിൽ പ്രഭാഷകന്റെ പുസ്തകം എടുക്കണം, ബുക്ക് ഓഫ് സിറാഖ്. അതിൻ്റെ 32 അധ്യായത്തിൽ ദൈവഭക്തിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 1-2 വചനങ്ങളൊന്ന് ഒരുമിച്ച് വായിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. 32 സങ്കീർത്തനം, പ്രഭാഷകൻ, അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ? ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുന്നില്ല, നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. വചനം അടയാളപ്പെടുത്തിയിടണം. ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുന്നില്ല. നല്ല വിവേകത്തോടെ എല്ലാ കാര്യങ്ങളും കേൾക്കണം എന്ന് ആദ്യം പറയുക. അവരത് പറഞ്ഞു, ഇവരത് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയല്ല. വിവേകപൂർവ്വം ആലോചിക്കുക. കേട്ടു ഉടനെ അത് ചെയ്യുക എന്നുള്ളതല്ല. വിവേകപൂർവ്വം ആലോചിക്കുക. ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുന്നില്ല, എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ടത് പരിശോധിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചേ, 19 വാക്യം അതിൻ്റെ തുടർച്ചയാണ്. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്, പശ്ചാത്തപിക്കാൻ ഇടവരികയില്ല. നമ്മളിപ്പോൾ പറഞ്ഞ കഥ പോലെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള ചില അബദ്ധങ്ങളും ഒക്കെ ഇതിനോട് ചേർത്ത് ചിന്തിച്ചേ. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്, പെട്ടെന്ന് എടുത്തിയാടി ഒന്നും ചെയ്യല്ലേ. പരിശുദ്ധാത്മാവോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ തീരുമാനം എടുക്കാവുള്ളൂ. പശ്ചാത്തപിക്കാൻ ഇടവരികയില്ല. നമ്മളിപ്പോൾ പല കാര്യങ്ങളും സങ്കടപ്പെടാൻ, ദുഃഖിക്കാൻ കാരണം ആലോചിക്കാതെ എടുത്ത ചില തീരുമാനങ്ങളല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ചിന്തിച്ചു നോക്കണം കേട്ടോ. പരിശുദ്ധാത്മാവോട് ഇനിയും കൃപയ്ക്ക് വേണ്ടി ചോദിക്കണം. ഇനി അടുത്ത തീരുമാനം ആലോചിച്ചേ ഞാൻ എടുക്കുകയുള്ളൂ, അതിനുള്ളൊരു ജ്ഞാനം എനിക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. 20 വാക്യം ശ്രദ്ധിക്കാമോ?
പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും ആത്മവിശ്വാസം, അമിതമായ ആത്മവിശ്വാസം അരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ആവശ്യമില്ലാതെ അപകടം പിടിച്ച വഴിയിലോട്ട് നടക്കരുതെന്ന്. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വാണിംഗ് ആണ്. നമുക്കറിയാം ഇതിലേ കൂടെ പോയ അപകടമാണ്, ഈ വഴി തിരഞ്ഞെടുത്ത അപകടമാണ്, ഈ കൂട്ടുകെട്ട് അപകടമാണ്. നമുക്കറിയാം ഇത് ഇവരുടെ കൂടെ കൂടിയ അപകടമാണ്, ഇല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് പോയ അപകടം നമുക്കറിയാം നന്നായിട്ട്. ഇത് നമുക്ക് കയറിപ്പോരാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലേ, നമുക്ക് നല്ലത് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളായിരിക്കുന്ന ആ ഒരു സർക്കിളില്ലേ, നമ്മുടെ കൂട്ടുകെട്ട് ചിലപ്പോൾ നമ്മളെ സമ്മതിക്കില്ല. അതിനകത്ത് നിന്ന് പോന്നാൽ നീ രക്ഷപ്പെടും, അത് നിനക്കും അറിയാം. പക്ഷെ പോരുന്നില്ല. ഇതങ്ങ് പോട്ടെ, മുമ്പോട്ട് പോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധി നിറഞ്ഞ വഴി, പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ നടന്ന് വെറുതെ തട്ടി വീഴരുതെന്ന്. ഇത് അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ടും വീണ്ടും ആ വഴി കൂടെ നടക്കരുതെന്ന്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ചേർത്ത് ഇതിനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അടുത്ത വചനം കൂടെ ശ്രദ്ധിക്കുക. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം വരുത്, ശ്രദ്ധയോടെ നടക്കണമെന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടല്ലോ, പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഞാൻ ഈ തിരഞ്ഞെടുത്ത വഴി കറക്റ്റാണ്, അടിപൊളിയാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. വിവേകത്തോടെ ശ്രദ്ധയോടുകൂടി നടക്കാൻ വേണ്ടിയിട്ട് വചനം പറയുക. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം വരുത്. ചിലപ്പോൾ ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ വരില്ലേ, നിങ്ങൾ നന്നായിട്ട് എക്സ്പേർട്ടായ ചില ഫീൽഡുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് വരും. ഓവർ കോൺഫിഡൻസ് വന്നാൽ താഴെ പോകും. ചിലപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിലൊക്കെ ചില സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കില്ലേ, നമ്മൾ ചിലപ്പം ഫോണൊക്കെ എടുത്ത് ഉപയോഗിക്കും. നമുക്ക് ഉറപ്പാണ് എവിടെയാണ് ബ്രേക്ക് എവിടേണ്ട, കാലെവിടെയാണ്, ആക്സിലേറ്റർ എവിടെയാണ്, എല്ലാം നമുക്കറിയാം. ബ്രേക്ക് എവിടെയാണെന്നൊക്കെ അറിയാം. സ്റ്റീറിങ് ഒറ്റ വിരലയിലൊക്കെ ഇട്ട് കറക്കുന്നവരാണ്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം വരുത്. ഓവർ കോൺഫിഡൻസ് നമ്മളെ ചിലപ്പോൾ മണ്ടത്തരത്തിലേക്ക് കൊണ്ടെത്തിക്കും. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ലാസ്റ്റത്തെ വചനം ഇങ്ങനെ ശ്രദ്ധിക്കുക, 23-24 ശ്രദ്ധിച്ചേ. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. എല്ലാ പ്രവൃത്തിയും കരുതലോടെ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം എടുക്കാമെന്ന് അവസാനത്തെ വാക്യം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടോ. 24, നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു, കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം അനുസരിക്കുക, കർത്താവിനോട് ആലോചന ചോദിക്കുക. ആ വാക്യം ഇങ്ങനെയാണ്, കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാർ ചിലപ്പോൾ ചോദിക്കും, ഇതെന്തിനാ ഇത്ര വലിയ ആലോചിക്കാനുള്ള കാര്യം, ഇതെന്തിനാ ഇത്ര പള്ളി പോയിട്ട് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. നമുക്ക് ഒറ്റ കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട വിശ്വാസം, കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരത്തില്ലെന്ന്. നമുക്ക് ഒരൊറ്റ തീരുമാനം എടുക്കുക. എല്ലാവരും നല്ലപോലെ ആലോചിക്കുന്നു, എല്ലാവരും പ്ലാനുകൾ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നു, അവർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സഹായം തേടുന്നു. പക്ഷെ നീ പോയി ആദ്യം സഹായം തേടേണ്ട ആരുടെ അടുത്താണ്? ഈശോയിലാണ്. കർത്താവിൽ ശരണപ്പെടുന്ന നിനക്ക് നഷ്ടം വരത്തില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങൾക്ക് ഇതൊരു ബോധ്യമായിട്ട് ഹൃദയത്തിലേക്ക് നിറയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്ന് കേട്ടത് അനുസരിച്ചല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കേട്ടത് ബുദ്ധിപൂർവ്വം ജ്ഞാനം നിറഞ്ഞ് ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടേ സമർപ്പിക്കുക, ഈശോയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവോട് നല്ല തീരുമാനം എടുക്കാനുള്ള ഒരു വിവേകം തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്ന നിനക്ക് നഷ്ടം വരികയില്ല. ഈ വചനം അനുസരിച്ച് ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.